ആദ്യ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതോടെ വിഷാദത്തിലായി. തിരിച്ചു വന്നത് മമ്മൂട്ടിയുടെ നിർബന്ധത്തിൽ. ഒരു കാലത്ത് മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായിരുന്നു ശാന്തികൃഷ്ണ. തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കെയാണ് ശാന്തികൃഷ്ണ വിവാഹിതയാകുന്നതും സിനിമയിൽ നിന്ന് ഇടവേളയെടുക്കുന്നതും. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ശാന്തികൃഷ്ണ തിരിച്ചു വന്നത് നയം വ്യക്തമാക്കുന്നു എന്ന ചിത്രത്തിലൂടെയാണ്. അതിന് കാരണം മമ്മൂട്ടിയാണെന്ന് ശാന്തികൃഷ്ണ പറയുന്നു. മമ്മൂട്ടി നിർബന്ധിച്ചില്ലായിരുന്നുവെങ്കിൽ സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തില്ലായിരുന്നുവെന്നാണ് ശാന്തികൃഷ്ണ പറയുന്നത്. ഒരു അഭിമുഖത്തിലാണ് ശാന്തികൃഷ്ണ മനസ്സ് തുറന്നത്. തന്റെ ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടമായതിന്റെ വിഷാദത്തിലായിരുന്നു ആ സമയത്ത് താനെന്നും ശാന്തികൃഷ്ണ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടമായി, അതോടെ ഡിപ്രഷനിലായി. ആ സമയത്താണ് നയം വ്യക്തമാക്കുന്നു എന്ന സിനിമയുടെ ഓഫർ വരുന്നത്. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. കാരണം എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ആദ്യമായി നിദ്രയിൽ അഭിനയിച്ചതുപോലെയല്ല. ഇത്രയും വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നതല്ലേ. നല്ല മൂഡിലുമല്ല, ഡിപ്രഷനിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കയറി അഭിനയിക്കാൻ പറയുമ്പോൾ എന്തിനാണ് ആ കഥാപാത്രത്തെ നശിപ്പിക്കുന്നത്? അതിനാൽ പറ്റില്ല എന്നായിരുന്നു എൻ്റെ മനസ്സിൽ, ശാന്തികൃഷ്ണ പറഞ്ഞു. പക്ഷേ അവർക്ക് ഇതാണ് തിരിച്ചു വരാനുള്ള കറക്റ്റ് ടൈം എന്ന് തോന്നി. വന്നു നോക്കൂ, ചെയ്യാൻ പറ്റുമോ എന്ന് സെറ്റിൽ വന്ന ശേഷം തീരുമാനിക്കാം. ചെയ്താൽ നന്നാകുമെന്ന ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്ക്. അങ്ങനെ പോയി. ഫസ്റ്റ് ഡേ വലിയൊരു സീൻ തന്നു. എന്തുകൊണ്ടോ വർക്കായി. അതോടെ ശാന്തി തന്നെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. വളരെ നല്ലൊരു വേഷം കൂടിയായിരുന്നു അത് എന്നും ശാന്തികൃഷ്ണ പറയുന്നു. നയം വ്യക്തമാക്കുന്നു. മികച്ച വിജയം നേടുകയും ശാന്തികൃഷ്ണയുടെ തിരിച്ചുവരവിലെ പ്രകടനം കയ്യടി നേടുകയും ചെയ്തിരുന്നു. മമ്മൂട്ടി ശാന്തികൃഷ്ണ കോമ്പിനേഷനും കയ്യടി നേടി.